ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിഫ്റ്റി 50-ലായിരുന്നു ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സ് ആയിട്ട് എനിക്ക് ലോസ് ആണ്. 3 ഡേയ്സ് ആയിട്ടല്ല, 2 ഡേയ്സ് 3 ട്രേഡ്സ് ആയിട്ട് എനിക്ക് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെറിയൊരു ട്രേഡ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് തിരിച്ചെത്തിയപ്പോൾ ജസ്റ്റ് ചെറിയൊരു ട്രേഡ് ഞാൻ കൺസിഡർ ചെയ്തു. ഞാൻ യൂഷ്വലി വയ്ക്കാറ് ഇതിന് ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഇതിന് എബോ എന്നുള്ള രീതിയിലാണ് ഞാൻ യൂഷ്വലി ട്രേഡ് കൺസിഡർ ചെയ്യാറ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ലോസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രയും പോയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ചെറുതായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം ഞാൻ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഓക്കെയാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 1000 റുപ്പീസിന് അടുത്ത പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു വിന്നിങ് ട്രാക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു തിങ്. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ പ്രയോറിറ്റി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ 1:1 അല്ലെങ്കിൽ ഞാൻ സാധാരണ 1000 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. 1000 റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് വരാറുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് ആ ഒരു റേഞ്ചിൽ സാധാരണ ഞാൻ 2:1 3:1 ഒക്കെയാണ് ഞാൻ നോക്കാറ് എപ്പോഴും ട്രേഡ് കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഞാൻ 1:1 തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1000 റുപ്പീസ് മാത്രമേ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് 1000 റുപ്പീസിന് പ്രോഫിറ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ട്രേഡൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. മാർക്കറ്റ് അത്യാവശ്യം വോളട്ടൈലാണ് എന്ന് എക്സ്പയറി ഡേറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ കണ്ടിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ട്രേഡൊന്നും എടുക്കുന്നില്ല. ഒറ്റ ട്രേഡ് മാത്രമേ ഇന്ന് കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്തായാലും നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.